ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസംഗത്തിന്റെ സംപ്രേഷണം തടഞ്ഞെന്ന ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ആരോപണം തള്ളി കാനഡ. അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ് നടക്കുന്നതെന്നാണ് കാനഡയുടെ വിശദീകരണം. ജയശങ്കറിന്റെ പ്രസംഗവും അഭിമുഖവും കാനഡയിൽ സംപ്രേഷണം ചെയ്തു. ഉള്ളടക്കം ചർച്ചയായെന്നും കാനഡ വ്യക്തമാക്കി. എന്നാൽ അർഷ് ദല്ലയുടെ കസ്റ്റഡിയിൽ ഇനിയും കാനഡ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഖലിസ്ഥാനി തീവ്രവാദി എവിടെയാണെന്ന് വ്യക്തമാക്കുവാനും കാനഡ തയ്യാറായിട്ടില്ല. ഖലിസ്ഥാൻ തീവ്രവാദി അർഷ് ദല്ലയെ കീഴ്പ്പെടുത്തിയ വിവരം ഇന്ത്യക്ക് കാനഡ കൈമാറിയിട്ടില്ല. കൊടും ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വിശ്വസ്തനായ ഇയാളെ കഴിഞ്ഞ 28-നാണ് കീഴ്പ്പെടുത്തിയതെന്നാണ് വിവരം. കൊലപാതകം, തീവ്രവാദമടക്കം നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ദല്ലയ്ക്കായി പഞ്ചാബ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സുപ്രധാന വിവരങ്ങൾ കൈമാറുന്നതിൽ പോലും തടസ്സമായി ഇന്ത്യക്കും കാനഡയ്ക്കുമിടയിലെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വരികയാണ്. ഖലിസ്ഥാൻ തീവ്രവാദി അർഷ് ദല്ലയെ കീഴ്പ്പെടുത്തി 1.5 ആഴ്ച പിന്നിട്ടിട്ടും കാനഡ ഔദ്യോഗികമായി വിവരം ഇന്ത്യയെ അറിയിച്ചിട്ടില്ല. മിൽട്ടണിൽ നടന്ന വെടിവെപ്പിനിടെ കീഴ്പ്പെടുത്തിയെന്നാണ് വിവരം. കീഴ്പ്പെടുത്തിയ കാര്യമോ ഇപ്പോൾ എവിടെ പാർപ്പിച്ചിരിക്കുന്നുവെന്ന വിവരമോ കാനഡ കൈമാറിയിട്ടില്ല. കാനഡയിലെ സുരയിൽ കഴിയുകയായിരുന്ന ദല്ലയ്ക്കെതിരെ UAPA അടക്കം നിരവധി കേസുകളുണ്ട്. 2020-ൽ ദേര സച്ച സൗദയുടെ 2 അനുയായികളെ പഞ്ചാബിൽ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അർഷ് ദല്ല. ഖലിസ്ഥാൻ തീവ്രവാദത്തിലേക്ക് നിരവധി യുവാക്കളെ എത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചാബ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും ഇയാൾ കാനഡയിലേക്ക് കടന്നിരുന്നു. തീവ്രവാദികളുടെ പട്ടികയിലുള്ള അർഷ് ദല്ലയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് ഇന്ത്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കാനഡ അവഗണിച്ചിരുന്നു.